ഹായ് എവരി വൺ, ബോഡി വാസ് സ്റ്റോൾ എന്ന ക്ലെയിമിലാണ് നമ്മൾ. അതിൽ ജോസഫ് ഓഫ് അരിമത്യ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഡിസൈപ്പിൾസ് സ്റ്റോൾ ദ ബോഡി എന്ന വാദത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഈ വാദം അനുസരിച്ച് യേശുവിന്റെ ശിഷ്യന്മാർ ശരീരം എടുത്തു മാറ്റിയിട്ട് അവൻ ഉയർത്തു എന്ന വലിയൊരു നുണ പറഞ്ഞു പരത്തി. അതാണ് വാദം. ഓക്കെ, ഇതിന്റെ പോസിബിലിറ്റീസ് നമുക്കൊന്ന് ചെക്ക്. ഈ വാദം വളരെ ഏൻഷ്യന്റ് ആണ്, കാരണം ബൈബിളിൽ പോലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും തന്നെ വളരെ രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യുലർ സ്കോളേഴ്സിൽ ഭൂരിഭാഗം പേരും ഈ വാദത്തെ വാലിഡ് ആയിട്ട് ഇപ്പൊ കാണുന്നില്ല. രണ്ട്, ഇതൊരു നുണയായിരുന്നെങ്കിൽ ഇത് അവർ ജെറുസലേമിൽ പ്രവചിക്കുകയില്ലായിരുന്നു. കാരണം ഈ സോ കോൾഡ് നുണയിൽ പറയുന്ന സംഭവങ്ങളൊക്കെ നടക്കുന്നത് ജെറുസലേമിലാണ്. ഉദാഹരണത്തിന്, ഇന്നലെ രാത്രി ഒരു ഐസ്ക്രീം ഞാൻ കട്ടെടുത്ത് തിന്നു. ഇന്ന് രാവിലെ അമ്മ ഞങ്ങളോട് ചോദിച്ചു, ഐസ്ക്രീം ആരുടെ കഴിച്ചേ? അപ്പൊ ഞാൻ വളരെ കൂളായിട്ട് പറഞ്ഞു, ചേട്ടനാ അമ്മേ. ചേട്ടൻ കോളേജിൽ പോയിരിക്കുന്നതുകൊണ്ടും ചേട്ടൻ എൻ്റെ അടുത്തില്ലാത്തതുകൊണ്ടും ഞാനത് പറഞ്ഞു. എങ്ങാനും ചേട്ടൻ എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എൻ്റെ കാര്യം കട്ടപ്പുകയാണ്. ഇതുപോലെ തന്നെയാണ് ശിഷ്യന്മാരുടെ കേസിലും. ഇത് നുണയായിരുന്നെങ്കിൽ ആരെങ്കിലും ഒക്കെ അവരെ പിടിച്ചേനെ. കാരണം ഈ സംഭവം നടന്നു എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഇവർ പ്രവചിക്കുന്നതും. ഉയർത്തു എന്ന് പറഞ്ഞ മനുഷ്യനെ കൊന്നവരും കൊല കണ്ടവരും ഇവരുടെ നാല് പുറത്തുമുണ്ടായിരുന്നു. സ്നേഹിച്ചവരെക്കാൾ വെറുത്തവരായിരുന്നു കൂടുതൽ. അതുകൊണ്ട് ഈ നുണയെ ഡിസ്പ്രൂവ് ചെയ്യാൻ ഏതാനും ദിവസങ്ങൾ മതിയായിരുന്നു. പക്ഷേ ഇതൊക്കെ സർവൈവ് ചെയ്തുകൊണ്ട് എങ്ങനെ ഈ നുണ നിലനിന്നു എന്നാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്ന്, ഇത് പിന്നീട് ഒരിക്കൽ കെട്ടിച്ചമച്ച ഒരു കഥയായിരുന്നെങ്കിൽ സീനിൽ സ്ത്രീകൾ ഉണ്ടാകുമായിരുന്നില്ല. കാരണം ഫസ്റ്റ് സെഞ്ചുറിയിൽ യഹൂദർക്കിടയിൽ സ്ത്രീക്ക് ഒരു ലീഗൽ സ്റ്റേറ്റസും ഉണ്ടായിരുന്നില്ല. അവരുടെ സാക്ഷ്യത്തിന് ഒരു വിലയും ഉണ്ടായിരുന്നില്ല. ഫ്ലാവിയൂസ് ജോസഫൂസ് ആന്റിക്വിറ്റീസ് ഓഫ് ജ്യൂസിൽ പറയുന്നുണ്ട്, ബട്ട് ലെറ്റ് നോട്ട് ദ ടെസ്റ്റിമണി ഓഫ് വിമൻ ബി അഡ്മിറ്റഡ് ഓൺ അക്കൗണ്ട് ഓഫ് ദ ലെവൈറ്റി ആൻഡ് ബോൾഡ്നെസ് ഓഫ് ദെയർ സെക്സ്, സിൻസ് ഇറ്റ് ഇസ് പ്രോബബിൾ ദാറ്റ് ദേ മേ നോട്ട് സ്പീക്ക് ദ ട്രൂത്ത് ഈദർ ഔട്ട് ഓഫ് ഹോപ്പ് ഓഫ് ഗെയിൻ ഓർ ഫിയർ ഓഫ് പണിഷ്മെന്റ്. വീണ്ടും താൽമുദിൽ പറയുന്നത് ഇങ്ങനെയാണ്, എനി എവിഡൻസ് വിച്ച് എ വുമൻ ഗിവ്സ് ഇസ് നോട്ട് വാലിഡ് ടു ഓഫർ. വീണ്ടും താൽമുദ് പറയുന്നു, സൂണർ ലെറ്റ് ദ വേർഡ്സ് ഓഫ് ദ ലോ ബി ബേൺഡ് ദാൻ ഡെലിവേർഡ് ടു വിമൻ. നോക്കൂ, താൽമുദ് പറയുന്നത് നിയമം സ്ത്രീക്ക് കൊടുക്കുന്നതിനേക്കാൾ അത് കത്തിക്കുന്നതാണ് ഭേദം എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് പിന്നീട് ഒരിക്കൽ കെട്ടിച്ചമച്ച ഒരു കഥയായിരുന്നെങ്കിൽ ശൂന്യമായ കല്ലറയുടെ ആ ഭാഗത്തിന് ക്രെഡിബിലിറ്റി കിട്ടാൻ വേണ്ടി എന്തായാലും ശിഷ്യന്മാർ ആ സ്ത്രീകളെ എടുത്തു മാറ്റിയിട്ട് അവിടെ പുരുഷന്മാരെ വെക്കുമായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും നമ്മൾ കാണുന്നില്ല. 4, ശിഷ്യന്മാരുടെ ആ സമയത്ത് മാനസികാവസ്ഥ ഈ പരിപാടിക്ക് യോഗ്യമല്ലായിരുന്നു. കാരണം പേടിയായിരുന്നു ശിഷ്യന്മാരുടെ മെയിൻ. ഗെത്സമനി തോട്ടത്തിൽ വെച്ച് ഉടുതുണി പോലും വിട്ട് ഓടിപ്പോയ യുവാവ് തൊട്ട് തടി രക്ഷിക്കാൻ 3 കൊല്ലം കൂടെ നടന്നവനെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞ പത്രോസ് വരെ ഭയത്തിനും ഹോപ്പ്ലെസ് ഫീലിംഗ്സിനും ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഗൂഢാലോചന നടത്തുമെന്ന് തോന്നുന്നില്ല. 5, ശിഷ്യന്മാർക്ക് ക്രിമിനൽ ഹിസ്റ്ററി ഉണ്ടായിരുന്നില്ല. അതായത് ഗുരുതരമായ കവർച്ചയിലോ മതനിന്ന തട്ടിപ്പിലോ ഏർപ്പെട്ടിരുന്നവരായിരുന്നു ശിഷ്യന്മാരെന്ന് ഒരു സൂചനയും എവിടെയുമില്ല. 6, എന്തൊക്കെ പറഞ്ഞാലും അവർ ഇതിനു വേണ്ടി മരിക്കില്ലായിരുന്നു. സത്യമാണെന്ന് കരുതി നുണയ്ക്ക് വേണ്ടി മരിക്കുന്നവർ ധാരാളമുണ്ട്. പക്ഷേ നുണയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി മരിക്കുന്നവർ ആരുമില്ല. അതുകൊണ്ടാണ് ആരോ പറഞ്ഞത്, രക്തസാക്ഷിത്വം പോലെ അവരുടെ സത്യസന്ധത പ്രൂവ് ചെയ്യണ വേറൊരു ആർഗ്യുമെന്റും ഇല്ല. ഇതേ കൂടാതെ വേറെ കുറേ ആർഗ്യുമെന്റ്സ് ഉണ്ട് ഡിസൈപ്പിൾസ് ബോഡി സ്റ്റീൽ ചെയ്തില്ല എന്ന് കാണിക്കാനായിട്ട്. അതിൽ പലതും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ആ 12 പേര് കെട്ടിച്ചമച്ച നുണ, അത് പരത്താൻ അവർ എടുത്ത എഫേർട്ട്, അത് ശരിക്കും പൊളിക്കാൻ ഇതുവരെ ആർക്കും പറ്റാത്തത്, ഇതിനെ ഒരു മിറാക്കിളായിട്ട് കാണേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നു. ഇനി അവസാനത്തെ ക്ലെയിമും കൂടി നമ്മൾ കാണാനായിട്ട് പോവുകയാണ്. അതായത് ദി അതോറിറ്റീസ് റീപ്ലേസ് ദ ബോഡി, അല്ലെങ്കിൽ യഹൂദ അല്ലെങ്കിൽ റോമ അധികാരികളാണ് ശരീരം എടുത്ത് മാറ്റിയത് എന്ന വാദം. ഈ വാദത്തിന് വലിയ വാദപ്രതിവാദങ്ങളൊന്നും വേണ്ട, ഒരേ ഒരു ആർഗ്യുമെന്റേ ഉള്ളൂ. അവനുയർത്തു എന്ന് നാട് നീളെ നടന്ന് പ്രസംഗിക്കുന്ന ശിഷ്യന്മാരെ ഇങ്ങോട്ടൊന്ന് എന്ന് വിളിച്ചിട്ട് യേശുവിന്റെ ശരീരം അങ്ങ് എടുത്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തീരുമായിരുന്നു ക്രിസ്ത്യാനിറ്റി. പക്ഷെ ചരിത്രത്തിൽ നമ്മൾ ഇങ്ങനെയൊന്നും കാണുന്നില്ല. താങ്ക് യു.